Hi guys! ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ നമുക്ക് പെട്ടെന്ന് നിർത്തി നല്ല രീതിക്ക് കൊഴിഞ്ഞ മുടി നല്ല രീതിക്ക് വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല പട്ട് പോലെ തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ടോണിക്കിൻ്റെ റെമഡിയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഇത് തേങ്ങാപ്പാലാണെന്നുള്ളതല്ലേ. സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് മുടിയൊക്കെ കഴുകാനായിട്ട് മുടി കണ്ടീഷണറായിട്ട് ഇരിക്കാനും മുടി വളർച്ച കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തേങ്ങാപ്പാലല്ല കേട്ടോ, പശുവിൻ പാലാണ്. പശുവിൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു പാലിനകത്ത് നമ്മുടെ പുതിയ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഡി പാലിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിൻ എ, B6, ബയോട്ടിൻ, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള മറ്റ് പോഷകങ്ങൾ കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് തരാനായിട്ട് ഈ ഒരു ടോണിക്കിന് കഴിവുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും കേട്ടോ. ബാക്കിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പാലാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പശുവിൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം പശുവിൻ പാൽ കിട്ടണമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പേ ഞാനിവിടെ പശുവിൻ പാൽ എടുത്തിട്ടുള്ളൂ. അതും റോ മിൽക്കാണ്, നമ്മൾ കാച്ചിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 1/2 കപ്പ് പശുവിൻ പാൽ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈക്വലായിട്ടാണ് 1/2 കപ്പ് പശുവിൻ പാലാണെങ്കിൽ 1/2 കപ്പ് നമ്മുടെ നോർമൽ വാട്ടർ. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്കിടെ നീളം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് മെയിൻ നമ്മൾ സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെയറിലോട്ടും വരും. അപ്പോൾ മെയിൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാലും അതുപോലെ തന്നെ വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വറീഡാവും. പക്ഷേ ഞാൻ പറയാം അതെന്താണെന്ന് പറയാം. 1 ടീസ്പൂൺ തേനാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മുടെ ഹണിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പറയാൻ വന്ന കാര്യം, നമ്മൾ തേൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നരയ്ക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട് കേട്ടോ. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും അത് പൊട്ടത്തെറ്റാണ്. അതൊരു കെട്ടുകഥയാണ്, മിത്താണ്. ഓക്കെ, തേൻ ഉപയോഗിച്ച് ഒരിക്കലും നമ്മുടെ മുടി നരയ്ക്കത്തില്ല. നമുക്ക് ഗുണങ്ങളല്ലാതെ ഒരിക്കലും തേന് ദോഷം ചെയ്യത്തില്ല. തേനിൽ വന്നിട്ട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ താരൻ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിക്ക് ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക, ഈ ഒരു തേൻ നല്ല രീതിക്ക് നമ്മുടെ മുടിയിനും ആവട്ടെ അല്ലെങ്കിൽ സ്കാൽപ്പിനായിക്കോട്ടെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആയതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലാണ്. ഇത് നമ്മുടെ നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഒരു 3 തുള്ളി കേട്ടോ, അത്രമാത്രം മതി. അതുകൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്തേക്ക് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരാളെ കൂടി ചേർക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടോണിക് റെഡി ആവും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലാണ്. നിങ്ങളുടെ ക്യാപ്സൂൾസ് ഉണ്ടെങ്കിൽ 2 എണ്ണം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 അല്ലെങ്കിൽ 2 നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ആവും. മിക്സ് ആവത്തൊന്നുമില്ല, നമുക്കറിയാലോ വെള്ളത്തിൻ്റെ മീത് നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇങ്ങനെ പാറി കിടക്കത്തുള്ളൂ. എങ്കിലും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം, ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് നമ്മുടെ സ്കാൽപ്പിലാണെങ്കിലും മുടിയിലാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു പാത്രം വയ്ക്കുക. അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മുടിയെ ഇട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കുളി കഴിഞ്ഞുകൊണ്ട് എൻ്റെ മുടിയിൽ ഞാൻ ഇതാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടി എടുത്ത് കാണിക്കാത്തത്. അല്ല, ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് മുടിയെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തന്നിട്ടുണ്ടാവുമായിരുന്നു. സാധാരണ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ, ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഇതേ പ്രൊസീജിയർ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു താഴെ ഒരു ബൗൾ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മുടി അതിനകത്തേക്ക് ഇട്ടിട്ട് അല്പായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ജസ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി മുടി കൊഴിച്ചിലുള്ളവർ മസാജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്ക് വീണ്ടും കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവർ ചെറിയ രീതിക്കൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെയിൻ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ്. നമ്മൾ പൊതുവേ പച്ച പശുവിൻ പാലൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഫേസ് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ
അഴുക്കൊക്കെ നിങ്ങൾക്ക് ആ പഞ്ഞിമേലെ ഇരിക്കുന്നത് കാണാം. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിൽ നടക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഓവറായിട്ടുള്ള ഓയിൽ കണ്ടൻറ്റും അതുപോലെ തന്നെ ഡെഡ് സെൽസും പൊല്യൂഷൻസും എല്ലാം തന്നെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. ഈ ഒരു പാൽ സാധാരണ നമ്മൾ ഫേസിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. മുടിയിലെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുക അല്ലേ. പക്ഷേ ഈ ഒരു പശുവും പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ മുടിയെ ക്ലെൻസ് ചെയ്ത് വരും. മാത്രമല്ല നിങ്ങളിത് ഉപയോഗിച്ചിട്ട് സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടല്ല കഴുകേണ്ടത് കേട്ടോ. നമ്മളത് ഷാമ്പു ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് തന്നെ കഴുകി കളയണം, അല്ലെങ്കിൽ നമ്മുടെ മുടി ഇച്ചിരി ഒട്ടും. കാരണം നമ്മളിതിനകത്ത് തേൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പാലൊക്കെ ഉണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിക്ക് ആ ഒരു സ്റ്റിക്കിനെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കഴുകിക്കളാനായിട്ട് മറക്കരുത്. നല്ലൊരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് വരിക. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടിയിലുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം ഉറപ്പായിട്ടും നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടും. എങ്കിലും നിങ്ങളൊരു 1 വീക്ക് വരെ ഇത് വെയിറ്റ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3-4 തവണ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.